ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രൈസി കസ്റ്റം ടേസ്റ്റ് കിഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹാഫ് ഡേ ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചിക്ബല്ലാപൂരിലെ ഇഷ ഫൗണ്ടേഷനിലാണ്. അവിടുത്തെ ഡീറ്റെയിൽസും ലൈറ്റ് ഷോയിലെ ഡീറ്റെയിൽസും വലിയ റഷ് ഇല്ലാതെ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റുന്ന ടൈമിങ്ങും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു 4-5 ഇയേഴ്സിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഈ ദിവ്യദർശന ആദിയോഗി ലൈറ്റ് ഷോ. പക്ഷേ അതെനിക്ക് കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹം വരുന്നത് കാണണമെന്ന്. കോയമ്പത്തൂർ ഉണ്ടെന്നും അറിയാമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ബാംഗ്ലൂരും ഉണ്ടെന്നുള്ളത്. നമ്മളിവിടുന്ന് പോയെന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരുന്നു, ഒരു വീക്ക് ഡേ ആണ് പോയത്. ആരവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഒരു 3:45 ആയപ്പോഴത്തേക്കും നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ദിരാനഗറിന് ഇഷ ഫൗണ്ടേഷൻ വരെ 83 കിലോമീറ്റേഴ്സാണ്. 2 hours ട്രാവലാണ്. NH കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്, ഒരു ട്രാഫിക്കും ഒന്നും കാണത്തില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ നല്ല ട്രാഫിക്കായിരുന്നു. അത് കഴിഞ്ഞ് NH കയറിയതിന് ശേഷം പിന്നെ ഒരു റഷോ ഒന്നും ഇല്ലായിരുന്നു, നല്ല സ്മൂത്തായിട്ട് നമ്മൾ പോയി. പിന്നെ ഫൗണ്ടേഷന് ഒരു 3 കിലോമീറ്റർ ഒരു വില്ലേജാണ്. ആ ഒരു വില്ലേജിൽ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ റോഡ് ഭയങ്കര നാരോയാണ്. ആ ഒരു ഇതേ ഉള്ളായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മൾ ഈവനിങ് പോയത് കൊണ്ട് തന്നെ സൺസെറ്റ് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റി. ആൻഡ് ആ പോകുന്ന വഴിയില്ലേ, ആ പോകുന്ന വില്ലേജ് എന്ന് പറയുന്നത് 2 സൈഡിലും മലയൊക്കെയാണ്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ വീക്ക് ഡേയ്സ് പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. നല്ല റഷില്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് പോയിട്ട് വരാം. അല്ല ഇപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഭയങ്കര റഷായിരിക്കും, നമ്മളെ വണ്ടി ട്രാഫിക്കായിരിക്കും. 2 വീലർ ഓക്കെയാണ്, 4 വീലർ ആണെങ്കിൽ ഭയങ്കര റഷായിരിക്കും. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ചെറിയ മഴക്കോളും മഴ പൊടിയുന്ന കണക്കൊക്കെ തോന്നി. അപ്പോൾ വിചാരിച്ച് ഇനി ലൈറ്റ് ഷോ കാണത്തില്ല എന്ന് കരുതി. പക്ഷേ ചെന്ന് അമ്പലത്തിൽ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോഴത്തേക്ക് പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഫസ്റ്റ് എൻട്രൻസിൽ ഈ ഒരു രഥം കാണാൻ പറ്റും. ഇതിനകത്തൊരു ക്ഷേത്രമാണ്, ഒരു അമ്പലമുണ്ട്, ശിവൻ്റെ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറുന്നത്. എൻട്രൻസിൽ തന്നെ സർപ്പത്തിൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കൂടുതൽ. ഈ കാണുന്നതാണ് സർപ്പത്തിൻ്റെ ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അകത്ത് ഭയങ്കര റഷുമായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല, കാരണം അവിടെ തൊഴുവാനൊക്കെ കയറിയോണ്ട് തോന്നിയില്ല. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ആദിയോഗിയുടെ സ്റ്റാച്യു. ഫസ്റ്റ് നന്ദിയുണ്ട്, നന്ദി ഇങ്ങനെ ആദിയോഗിയെ ഫേസ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇത് നേരിട്ട് കാണാനാ ഭംഗി. എത്ര പറഞ്ഞാലും ഇത് ഫോണിൽ കാണുന്ന കണക്കേ അല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് നമുക്ക്. 112 അടി ഉയരത്തിലാണ് ഈ സ്റ്റാച്യു ഉള്ളത്. പിന്നെ നന്ദി ആ ഫേസ് ചെയ്തിരിക്കുന്നത് ഒരു ക്ഷേത്രമാണ്, ശിവൻ്റെ തന്നെയാണ്. അവിടെ നമുക്ക് വിളക്ക് വയ്ക്കാം, ആർത്തി ഒഴിയാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ഷോയ്ക്കായിട്ട് ഫ്രണ്ടിലൊരു വലിയ ഗ്രൗണ്ടുണ്ട്, അവിടെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അവിടെ എല്ലാവരും വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വലിയ റഷില്ലാത്ത ദിവസത്തിൻ്റെ ആളാണ് ഈ കാണുന്നത്. അപ്പോൾ പിന്നെ നല്ല റഷാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറുക്കി പിടിച്ചേക്കണം. മാത്രമല്ല ഈ ലൈറ്റ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പോകുമ്പോൾ ആ തിക്കിലും തിരക്കിലും മാറിപ്പോവാതെ നോക്കിക്കൊള്ളണം. പിന്നെ ഇത്രയും ട്രാവൽ കഴിഞ്ഞ് വന്നാൽ പോലും നമുക്ക് അവിടെ കഴിക്കാനുള്ള ഫുഡ് അവിടെ റെസ്റ്റോറൻറ്റുകൾ ചെറിയ ക്യാമ്പസിലുണ്ട്. പിന്നെ പാർക്കിംഗ് ആണെങ്കിലും നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. 7:10 ഒക്കെ ആയപ്പോൾ ലൈറ്റ് ഷോ സ്റ്റാർട്ടായി. നമ്മളെല്ലാവരും ഇതുപോലെ തറയിലായിരുന്നത്. പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മഹാദേവൻ്റെ തലയുടെ മുകളിലായിട്ട് ഒരു സ്റ്റാർ, ഒറ്റപ്പെട്ട ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് ഷോ ടൈമിന് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു.
15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Mahadevaya Namaha. ലൈറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല, കുറച്ചും കൂടെ ഹൈവേയിൽ കയറിയതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് കരുതി. നമ്മൾ അവിടെ നിന്നൊരു 7:45 സ്റ്റാർട്ട് ചെയ്തത്. വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. ഇതുപോലെ എല്ലാം വണ്ടി നിറച്ചും ഉണ്ടായിരുന്നു. കണ്ടില്ല, ആ റോഡ് അങ്ങറ്റം വരെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ട്രാഫിക് ഇല്ലായിരുന്നു, നല്ല മൂവ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ വ്ലോഗിലും പറയുന്ന കണക്ക് ആ കാർബേറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തോളും. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു 10:30 ആയപ്പോഴാണ് ഇവിടെ റീച്ചായത്. ബിക്കോസ് നമ്മൾ വന്ന വഴിയിൽ ഇടയ്ക്കൊന്ന് റൂട്ട് തെറ്റി. പിന്നെ 2 പ്രാവശ്യം ആ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് റൗണ്ട് അടിച്ച് എന്നിട്ടാണ് നമ്മളിങ്ങ് എത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.